തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കുന്നവർ, നമ്മളെ പഠിപ്പിക്കുന്നവർ, അവരൊക്കെ ആരായിരുന്നു അറിയോ? അവർ പലരും പൂക്കോയ തങ്ങളുടെയും ബാഫൈ തങ്ങളുടെയും തങ്ങളെ ഭാഗത്ത് അതിന് പൂക്കോയ തങ്ങളുടെ തലയിൽ 5-6 മുളപ്പിച്ചവരാ. കേട്ടിട്ട് മുതൽവായും കേട്ടിട്ടുണ്ടോ? 5-6 മുളപ്പിക്കും അറിഞ്ഞിരുന്നു. അന്ന് അവരൊരു വിമത ലീഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. മുദ്രാവാക്യം വിളിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടിയിട്ട്. അവരാണ് ഉമ്മർ ഫൈസിനൊക്കെ ഇപ്പം തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കാൻ വരുന്നത്. അന്ന് നമ്മൾ തങ്ങന്മാരുടെ കൂടെ തന്നെയായിരുന്നു. വഹാബികൾ അഹ്ലു ബൈത്ത് ഇല്ല എന്ന് പറയുന്നവരാ, അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കൂട്ടുപിടിക്കരുത് തങ്ങളെ നമ്മൾ തങ്ങന്മാരോട് പറയുന്നത്. അവരെ കൂട്ടുപിടിച്ചാൽ നിങ്ങളിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് നിങ്ങൾ മുറിക്കലാകും, താഴെ വീഴും. വഹാബി മൗദൂദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ഈ പറഞ്ഞ മഹാന്മാരൊന്നും ഒരു വഹാബികളുടെ യോഗത്തിനോ പരിപാടികൾക്കോ പോയിട്ടില്ല, അതിന് പ്രോത്സാഹനം നൽകിയിട്ടുമില്ല. ബാഫി തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ ശക്തമായിട്ട് എതിർത്തത് വഹാബികളും മൗദൂദികളും തന്നെയാണ്. രാഷ്ട്രീയം എന്ന നിലക്ക് മുസ്ലിം ലീഗിൽ അവരുണ്ടാവുന്നത് അത് ഈ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അതിന് നമ്മളും എതിർത്തിട്ടില്ല. ആ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കോളി, ഒരു വോട്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടി, അതല്ല വേണ്ടത്. പക്ഷേ അത് വഹാബികൾ മൗദൂദികളെ സംബന്ധിച്ചുള്ള അതും പാടില്ല. കാരണം മൗദൂദികളെ ഈ രംഗത്തിറക്കാൻ പാടില്ല. അവർക്ക് നമ്മുടെ ബിദഈ പ്രസ്ഥാനത്തിന് അതിന് പുറമെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ ഉണ്ടെന്നത് കൊണ്ട് എല്ലാവരും അതിന് വെറുക്കുന്ന സാധനമാണ്. അതങ്ങനെ ഏതായിരുന്നാലും ഇന്ന് നമ്മൾ ഈ പറയുന്ന ബഹുമാനിക്കുന്ന ആൾക്കാർ അവരൊക്കെ അതിന് പിന്തിരിയാണെന്ന് നമുക്ക് പറയാനുള്ളത്. സമസ്തയുടെ തീരുമാനമാണ്. അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. തെർക്കുൽ മുവാലാത്തുണ്ട്, അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. കെട്ടാൻ പാടില്ല, കെട്ടിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, മയ്യത്ത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ പഠിപ്പിച്ചു തന്നെയാണ്. അതൊക്കെ അത് നമ്മളെ ബുക്കിൽ മാത്രമല്ല, നമ്മൾ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ബുക്കിൽ എഴുതിയേ ഉള്ളൂ. ഇത് നിലനിൽക്കണമല്ലോ. ഇത് നിലനിൽക്കാതെ പരസ്യമായതിനെ ലംഘിച്ചുകൊണ്ട് വെല്ലുവിളി പോലെ അവരുടെ സമ്മേളനം, അവരുടെ ബൈത്ത് സക്കാത്ത്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു ബൈത്ത് സക്കാത്ത് ഉണ്ട്, അത് ഉദ്ഘാടനം ചെയ്തത് ഈ ബഹുമാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. നമുക്ക് അറിയാം എന്താ ഈ ബൈത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. നടന്നില്ല, അതെ, അതൊക്കെ ഏറ്റവും ഇങ്ങനെ പ്രചരിപ്പിച്ച് നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തിരക്കടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഈ നിലക്ക് നമ്മൾ സമസ്ത പറയുന്നിടത്ത് എല്ലാവരും നിൽക്കുക, നമ്മൾ ഉമറാക്കൾ നിൽക്കുക. സമസ്ത നമ്മുടെ ദീനാണ്, അത് വൃത്തി വേണം, എന്നാലേ ബാക്കിയുള്ളതൊക്കെ വൃത്തിയാവുള്ളൂ. അത് വിട്ട് കളിക്കാൻ പാടില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. നമ്മൾ സത്യം പറയാവൂ. നമ്മൾ പിന്നെ എല്ലാവരോടും വളരെ സൗഹൃദത്തിൽ തന്നെ ഈ ഒരു മതേതര രാഷ്ട്രം എന്ന നിലക്ക് സൗഹൃദത്തിൽ നടക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മളൊന്നാണ്. ആ കാര്യത്തിനും അഭിപ്രായക്കേടില്ല. അതേ അവസരത്തിൽ നമ്മളെ അഖീദയും ദീനും അത് വിട്ട് കളിക്കാൻ പാടില്ല. അത് വിട്ട് കളിക്കാത്ത ഒരു നിലപാടിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഇവിടെ പ്രസംഗിക്കാൻ ആളുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോട് നമുക്ക് വിരോധമല്ല, എല്ലാവരും നന്നാവണം. എല്ലാവരും CIC ഞാൻ പറഞ്ഞു, CICയിലെ ഹക്കീം ഫൈസി അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെയും നമുക്ക് നന്നാക്കി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അയാളോടൊരു വിദ്വേഷം നമുക്കില്ല. അദ്ദേഹത്തിന് ചില പേച്ച ചിന്താഗതികളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വന്നാൽ ആ നിലക്ക് നമുക്കെന്താക്കാം, മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ട് തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കുന്നവർ, നമ്മളെ പഠിപ്പിക്കുന്നവർ. അവരൊക്കെ ആരായിരുന്നു അറിയോ? അവർ പലരും പൂക്കോയ തങ്ങളുടെയും ബാഫൈ തങ്ങളുടെയും തങ്ങളെ ഭാഗത്ത് അതിന് പൂക്കോയ തങ്ങളുടെ തലയിൽ 5-6 മുളപ്പിച്ചവരാ. കേട്ടിട്ട് മുതൽവായും കേട്ടിട്ടുണ്ടോ? 5-6 മുളപ്പിക്കും അറിഞ്ഞിരുന്നു. അന്ന് അവരൊരു വിമത ലീഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. മുദ്രാവാക്യം വിളിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടിയിട്ട്. അവരാണ് ഉമ്മർ ഫൈസിനൊക്കെ ഇപ്പം തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കാൻ വരുന്നത്. അന്ന് നമ്മൾ തങ്ങന്മാരുടെ കൂടെ തന്നെയായിരുന്നു. തങ്ങന്മാരെ പോലീസ്, ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ ഔലിയാക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നു. ഈ നിലയ്ക്ക് കോലം മാറിയവർ ഇപ്പോൾ നമ്മളെ ആ കൂട്ടത്തിലൊക്കെ ഉള്ള നമ്മളെ ഇവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് പറയാനുള്ളത്. അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല. അള്ളാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പറയാനുള്ളൂ. ഈ സമസ്തയുടെ തീരുമാനത്തോടു കൂടെ നിൽക്കുക എന്നുള്ള ആ പാരമ്പര്യവും പൈതൃകവും അത് നിലനിർത്താൻ ലീഗിൻ്റെ നേതൃത്വവും തയ്യാറാവണം. ലീഗിലെ വഹാബികൾ വരെ സമസ്ത പറയുന്നതിനൊരെതിരും പറഞ്ഞിട്ടില്ല, സമസ്തയുടെ തീരുമാനത്തെ എതിർത്തിട്ടില്ല. അങ്ങനെ ഉദാഹരണത്തിന് പെണ്ണുങ്ങളെ സംവരണം വന്ന സമയത്ത് സമസ്തയോട് ലീഗ് എഴുതി ചോദിച്ചിട്ടുണ്ട്.
സംവരണം പെണ്ണുങ്ങൾക്ക് 30% സംവരണം വന്നാൽ അവിടെ നമ്മളെ പെണ്ണുങ്ങൾക്ക് മത്സരിച്ചുകൂടെങ്കിൽ ഭരണമൊക്കെ മറ്റോല് കൊണ്ടുപോകുമല്ലോ, നമുക്ക് ഭരിക്കുന്ന ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട സമുദ് സാഹിബാണ്, അല്ല സമദാനി സാഹിബാണ് എന്താക്കിയത്, ആ ഒരു പ്രമേയം നമ്മൾ സമസ്തയിൽ കൊണ്ടുവന്നത്. അതിന് വളരെ ആലോചിച്ച് മുഷാവറ ഒരു ലുറത്തിൻ്റെ നിലക്ക് വളരെ നിബന്ധനയോടെ മത്സരിക്കാൻ, ഒരു പെണ്ണെന്ന നിലക്ക് എന്തൊക്കെ അച്ചടക്കം വേണോ ആ നിലക്കൊക്കെ മത്സരിക്കാമെന്നുള്ളൊരു അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമസ്ത ഒരു തീരുമാനം എടുക്കും വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധിച്ച് തെറ്റുകളും കുറ്റങ്ങളും കൂടാത്ത നിലക്കുള്ള പരിപാടികളാണ് നടപ്പാക്കുക. അതിലൊരു സംശയമില്ല. ആരെയും കണക്കിലെടുത്തുകൊണ്ട് ഒരു വിവേചനം കാണിക്കാത്ത രൂപത്തിലാണ് സമസ്ത ചെയ്യാറുള്ളത്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ആർക്ക് മഹത്തുണ്ടെങ്കിലും അഹ്ലുബൈത്തിന് മഹത്തുണ്ടെങ്കിലും ആള് നന്നാവണം, സലാഹിയത്ത് വേണം. സലാഹിയത്തില്ലാത്തവരില്ല. ഇപ്പം നമ്മൾ അബൂലഹാബിൻ്റെ കഥ നമ്മൾ പറയില്ലേ, അബൂലഹാബ് നബീൻ്റെ മുത്താപ്പല്ലേ. ഫിർഔനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പിന്നെ അബൂജഹലിനെ സംബന്ധിച്ചോ ഒന്നും ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയില്ല. അബൂലഹാബിനെ കുറിച്ച് ആ സൂറത്ത് ഇറങ്ങി, തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞിട്ട് നശിച്ചവനാണ്, നരകത്തിലാണ്, ഓനും അവൻ്റെ പെണ്ണും ഒക്കെ നരകത്തിലാണ് ആ തബ്ബത്ത് യദാ അബീൽ പറയുന്നത്. ആരാണത്? റസൂലുള്ളാഹിൻ്റെ മുത്താപ്പയാണ്. എന്തുകൊണ്ട്? സലാഹിയത്തില്ല, പയച്ചു പോയി. തങ്ങൾ മൂത്താപ്പല്ലേ, അങ്ങനെ പറയരുത് പഠിച്ചോനെ നമുക്ക് പറയായിരുന്നോ? പറയാൻ പറ്റൂല. അതാണ് നമ്മൾ പഠിപ്പിച്ചത്. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല മിൻ ദുരിയത്തി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം നബിനെ അല്ലാഹു തആല ഒരുപാട് തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കുട്ടിയുണ്ടായി, കുട്ടീനെ അറക്കാൻ പറഞ്ഞു, തീയിലിട്ടു. അങ്ങനെ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. ഫഅതമ്മഹുന്ന, അതൊക്കെ വിജയിച്ചു, ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു. അതിനുശേഷം അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞു, ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിമെ, നിന്നെ ഞാൻ ലോകത്തിന് ഇമാമാക്കാൻ, ലോക ജനതയ്ക്ക് ഇമാമാക്കുകയാണ്. കാരണം അത്ര തീക്ഷ്ണമായ പരീക്ഷണം കൊണ്ട് വിജയിച്ച ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ ആക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് ഒരു ആശയം കൂടി ഉണ്ടായി, ഇന്നെ മാത്രം ആക്കിയാൽ പോരാ, ഖാല ഉമിൻ ദുരിയത്തി, എൻ്റെ കുട്ടികളെയൊന്നും അങ്ങനെ കുറേ ആളാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ സന്താനങ്ങളിൽ നിന്ന് പരമ്പരയിൽ നിന്ന് എന്താക്കണം, കുറച്ച് ആൾക്കാരാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. അത് സന്താനങ്ങളിൽ ലാലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഓൽക്ക് കിട്ടൂല, പയച്ചവരുണ്ടെങ്കിൽ, നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. നൂഹ് നബിൻ്റെ മകനെ സംബന്ധിച്ച് നൂഹ് നബി വെള്ളപ്പൊക്കം ആയപ്പോൾ മകനോട് പറഞ്ഞു, യാ ബുനയ്യർക്കം മഅന, കപ്പലിൽ കാരിക്കും മോനെ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ ആ മല കയറിയിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം, നിങ്ങളെ കപ്പലിൽ ഞാൻ എല്ലാം പറഞ്ഞു കന്ന എന്ന് പറഞ്ഞു മകന്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒക്കാന മിനൽ മുറക്കീൻ, അവന് ചത്തുപോയി, മുങ്ങി ചത്തുപോയി. നൂഹ് നബിൻ്റെ മകനായതുകൊണ്ട് അയാൾക്ക് രക്ഷയൊന്നും കിട്ടിയില്ല. ഇബ്രാഹിം നബിൻ്റെ ബാപ്പ ആയതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല. അദ്ദേഹം ബിംബം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദീൻ എന്ന് പറയുന്നത് ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയിൽ ജീവിക്കുന്നവർക്കാണ് മഹത്വമുള്ളത്. അല്ലാതെ നമ്മളെ ബോഡിക്കൊന്നും ഒരു മഹത്വമില്ല. ബോഡി അല്ലാതെ ഒരുവണം തന്നെയാണ്. പക്ഷേ അതിൽ ദീനുണ്ടോ, ദീനുണ്ടെങ്കിൽ ഉന്നതനാണ്, ദീനില്ലെങ്കിൽ മോശമാണ് ആൾ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ അങ്ങനെ ഒരു സങ്കല്പം ഒരു വീട്ടിൽ ഒരു സംഗതിയിൽ ഉണ്ടാക്കുക വലിയൊരു മഹത്വം എന്ന് പറഞ്ഞാൽ മഹത്വം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ കളഞ്ഞാൽ കളി തന്നെ. അത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ.